ചൂട് കനത്തതോടെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായി. മത്സ്യലഭ്യത പകുതിയോളം കുറഞ്ഞിരിക്കുന്നു. ചൂടിനൊപ്പം മണ്ണെണ്ണ വില വർദ്ധിച്ചതും ഇരട്ട പ്രഹരമാണ്. മലപ്പുറം താനൂരിലെ മത്സ്യത്തൊഴിലാളികൾ മാതൃഭൂമി ന്യൂസിനോട് അവരുടെ ദുരവസ്ഥ തുറന്നു പറയുകയാണ്. കനത്ത ചൂട് പല മേഖലകളിലെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മാതൃഭൂമി ന്യൂസ് സംഘമുള്ളത് ഉൾക്കടലിലാണ്. മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാലാകാലങ്ങളായി അവർ പറയുകയാണ്. ഇപ്പോൾ കാലവർഷമായാലും വേനൽ കടുത്താലും ഒക്കെ ഒരേ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗമാണ്. ചൂട് കനത്തോടെ മത്സ്യലഭ്യത വലിയതായി കുറഞ്ഞു എന്ന ഒരു റിപ്പോർട്ട് എന്നൊരു വിവരം ഇവർ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എന്നറിയാൻ മാതൃഭൂമി ന്യൂസ് സംഘം ഇങ്ങനെ ഉൾക്കടലിലേക്ക് എത്തിയത്. എന്താണ് ഇപ്പോൾ നിലവിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി? പണി മോശമാണ്, മണ്ണെണ്ണയ്ക്ക് വില, എല്ലാ സാധനത്തിനും സർക്കാർ സാധനത്തിനെല്ലാം വില തന്നെ. നമ്മളിതാ വെളുപ്പിന് വന്നിട്ട് 2000 രൂപ തേയില. ചൂട് ഭയങ്കര ഓവറാണ്. ജോലിക്ക് വരാൻ പറ്റണില്ല. കഷ്ടപ്പാടുകൊണ്ട് വരുന്നതാണ്. ജോലി കഷ്ടപ്പാടുകൊണ്ട് വരുന്നതാണ്. കുട്ടികളെ പോലത്തണ്ടേ ആ ഒരു കഷ്ടപ്പാടൊക്കെ ഇവിടെ വരുന്നതാണ്. ഇത്രയും കഷ്ടപ്പെട്ട് അപ്പോൾ സർക്കാരെല്ലാം നമ്മളെന്ത് കാണണം, എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. താപതരംഗം കാരണം മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളത്. ഈ മത്സ്യമേഖലയിൽ നേരിടുന്ന പ്രതിസന്ധി വർഷം തോറും കൂടിക്കൂടി വരികയാണ്. ഒന്നാമത് മത്സ്യലഭ്യത കുറവ്. മീനിനെ തിരിഞ്ഞ് ഉൾക്കടലിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. ആ ഉൾക്കടലിലേക്ക് മത്സ്യത്തൊഴിലാളി എത്തണമെങ്കിൽ 2 ഇരട്ടി ചെലവ് വർദ്ധിക്കുകയാണ് മത്സ്യത്തൊഴിലാളി. ഇപ്പം തന്നെ മണ്ണെണ്ണ 155 രൂപയായി ലിറ്റർ മണ്ണെണ്ണ. സബ്സിഡി എപ്പോഴെങ്കിലും കിട്ടിയെങ്കിൽ കിട്ടി, സമയബന്ധിതമായി സബ്സിഡിയും ലഭിക്കുന്നില്ല. രാവിലെ 8 മണിയാകുമ്പോഴേക്കും ചൂട് വളരെ കൂടുതലാണ്. 8 മണിയാകും കടലിൽ ഭയങ്കര ചൂടാണ്. ഈ ജോലി ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. ഭയങ്കര പ്രയാസമാണ്. കുറേ കാലമായി കുറേ ടീം പോകുന്നില്ല ജോലിക്ക്, പ്രയാസമായിട്ട്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് മത്സ്യത്തൊഴിലാളികളുള്ളത്. ചൂട് കാരണം മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് പോവുകയാണ്. മത്സ്യലഭ്യത കുറവ്, കടലിൽ പോലും ഇറങ്ങാനാകാത്തവർ, പ്രതിസന്ധികൾ അനവധിയാണ്. പൊരുതിയാണ് അതിജീവനം. അനീസ് തോട്ടയ്ക്കാണൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.